ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് വചനം എത്തിക്കുവാൻ, വചന വീഥി, കുടുംബങ്ങളുടെ കൂട്ടായ്മ, കുടുംബങ്ങളുടെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ, ജീവിതാനുഭവങ്ങൾ, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്ന നിമിഷങ്ങൾ ഫാമിലി എൻസെറ്റ് എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് കാണാവുന്നതാണ്. കുഞ്ഞു കുട്ടികളുടെ കിഡ്സ് എൻസെറ്റ് അവരുടെ സ്നേഹത്തിൻ്റെ, അവരുടെ ജീവിതത്തിൻ്റെ മാതൃക കൊച്ചുകുട്ടികൾ നമുക്കായിട്ട് പകർന്നു തരുന്ന നിമിഷങ്ങൾ, അവരുടെ നിഷ്കളങ്കമായ സ്നേഹം, അവരുടെ ഭാവിയിലേക്ക് വളരുന്ന ദൈവസ്നേഹത്തിൽ വളരുന്ന അനുഭവങ്ങൾ, അവരുടെ കഴിവുകൾ പങ്കുവയ്ക്കുന്നു കിഡ്സ് എൻസെറ്റ് എന്ന പ്രോഗ്രാമിലൂടെ. മെലഡി എൻസെറ്റ് സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ന്യൂസിലൻഡിൻ്റെ ഈ ഭാഗത്തു നിന്നും ദൈവത്തിൻ്റെ സ്നേഹം അലയടിക്കുന്ന ഗാനങ്ങളിലൂടെ, ഈ പ്രകൃതി ഭംഗിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ടെസ്റ്റിമണീസ്, സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുക. ദൈവം നൽകിയ അനുഭവങ്ങളാണ് സാക്ഷ്യങ്ങൾ. ആ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുക. യുവതീവാക്കളുടെ പ്രോഗ്രാമുകൾ, ബൈബിൾ സ്റ്റോറീസ്, അങ്ങനെ പലവിധ പ്രോഗ്രാമുകളിലൂടെ DV എൻസെറ്റ് ഇതാ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ടു ദ എൻഡ്സ് ഓഫ് ദി എർത്ത്. പ്രൈസ് ദി ലോർഡ്. മിശിഹായ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, DV എൻസെറ്റ് വചനവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവ് ഇന്ന് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 4 തിരുവചനം 27 മുതൽ. അവന്റെ ശിഷ്യന്മാർ തിരിച്ചെത്തി. അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. എന്നാൽ എന്ത് ചോദിക്കുന്നെന്നോ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നെന്നോ ആരും അവനോട് ചോദിച്ചില്ല. ആ സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുമേ. ഇവൻ തന്നെ ആയിരിക്കുമോ ക്രിസ്തു? അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുത്ത് വന്നു. കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയമുള്ളവരെ, ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം ആരെക്കുറിച്ചാണ് ഈ പ്രതിപാദിക്കുന്നത്. സമറിയാക്കാരി സ്ത്രീ, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു എന്നുള്ളത്. ഇവിടെ നാം വായിച്ചു കേട്ടത് എന്താണ്? പട്ടണത്തിലേക്ക് പോയി ആളുകളോട് അവൾ പറഞ്ഞത് എന്താണ്? ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുക. അല്ലാതെ എന്താണ് എന്ന് പറയുകയല്ല ചെയ്തത്. നിങ്ങൾ പോയി കാണുക. കാരണം അത്രമാത്രം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവം ഉണ്ടായി. അതാണ് ആ സ്ത്രീ എന്ന് പറയുന്നത്. അതായത് അവൾ സാക്ഷ്യപ്പെടുത്തി. തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് അവൾ സാക്ഷ്യപ്പെടുത്തി. അവളൊരു മോശം സ്ത്രീ ആയിരുന്നു എന്ന് ആ സിഖാർ പട്ടണത്തിലുള്ള എല്ലാവർക്കും അറിയാം. കൊച്ചുകുട്ടി പരാധീനം എല്ലാവർക്കും അറിയാം, ഇവള് മോശക്കാരിയാണ്. പക്ഷേ അവൾ ഇത്രമാത്രം ശക്തിയോടെ, ഇത്രമാത്രം ദൃഢതയോടെ, ഇത്രമാത്രം ധൈര്യത്തോടെ സിഖാർ പട്ടണത്തിലേക്ക് കടന്നു വന്ന് അവിടെയുള്ള ജനത്തോട് മുഴുവൻ ഇത് പറയാനായിട്ട് അവൾക്ക് സാധിക്കണമെങ്കിൽ അവളിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും. നമുക്കറിയാം അവളുടെ മാറ്റത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവള് സാധാരണഗതിയിൽ ഈ പറയുന്ന കിണറിന്റെ വാതിക്കൽ, പ്രത്യേകിച്ച് യാക്കോബിന്റെ കിണർ എന്ന് പറയുന്നത് സമരക്കാരുടെയും യൂദയക്കാരുടെ ആ ഇടയ്ക്കുള്ള സ്ഥലത്ത്. അപ്പൊ ആ യാക്കോബിന്റെ കിണറിൽ ഈ മധ്യാഹ്നത്തിൽ നല്ല ചൂടുള്ള സമയത്ത് ആരും പോയി വെള്ളം കോരാൻ പോകാറില്ല. പക്ഷെ അവൾ വെള്ളം കോരാൻ പോയതിന്റെ കാര്യം എന്താണ്? ആരെയും കാണാതെ, ആർക്കും ഒരു സംശയം ഉണ്ടാകാത്ത വിധത്തിൽ വെള്ളം കോരി തിരിച്ചു പോരുക. അത് മാത്രമല്ല, അവൾ വെള്ളം കോരാൻ പോകുമ്പോൾ ഒരു മനുഷ്യനും ആ വെള്ളം കോരാൻ അവിടെ പോവില്ല. കാരണം അവളെ കാണാൻ ആർക്കും താല്പര്യമില്ല, അവളുടെ കാര്യത്തിൽ ആർക്കും പരിഗണനയില്ല. അവളെ പുച്ഛിച്ചു തള്ളിയ ഒരു സ്ത്രീ ആയിട്ടാണ് കണക്കാക്കിയത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീ വെള്ളം കോരാനായിട്ട് കടന്നു വന്നപ്പോഴാണ്
യേശുവിനറിയാം അവളുടെ വരും. യേശു അവിടെ നോക്കി നിൽക്കുകയായിരുന്നു, അവളെയും കാത്ത്. യേശു കാത്തു നിൽക്കുകയാണ്. സമരയക്കാരി സ്ത്രീ വെള്ളം കോരാനായിട്ട് യാക്കോബിന്റെ കിണറിന്റെ അടുക്കിലേക്ക് വരുന്നതും കാത്തു നിൽക്കുന്ന യേശുവിനെയാണ് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, യേശു അവിടെ കാത്തു നിന്നു. ഓർക്കുക, യേശു എപ്പോഴും കാത്തു നിൽക്കുന്നവൻ. പാപിയായ മനുഷ്യന്റെ മാനസാന്തരം കാത്തു നിൽക്കുന്നവനാണ് യേശു. നാം എല്ലാം പാപികളാണ്. പാപത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുന്ന എത്രയോ വ്യക്തികളാണുള്ളത്. എന്നെ കേൾക്കുന്ന നിങ്ങളും ഞാനും എല്ലാം പാപത്തിന്റെ വഴിയിലൂടെ പലപ്പോഴും പോകുന്നവരല്ലേ. പക്ഷെ ആ യേശു അവിടെ നമുക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ട്. വിശുദ്ധ ബലിയിൽ യേശു കാത്തു നിൽപ്പുണ്ട്. വചനത്തിൽ യേശു കാത്തു നിൽപ്പുണ്ട്. നമ്മുടെ കുടുംബ കൂട്ടായ്മയിൽ നമ്മൾ വളരാനായിട്ട് ആഗ്രഹിക്കുന്ന കുടുംബ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ സമയത്തിൽ യേശു കാത്തു നിൽക്കുകയും നിങ്ങൾ കടന്നു വരുന്നില്ലേ പ്രാർത്ഥിക്കാൻ എന്നും പറഞ്ഞു. അപ്പൊ യേശു നമുക്ക് വേണ്ടി ഓരോ സ്ഥലത്തും കാത്തു നിൽക്കുകയും പാപത്തിന്റെ വഴിയിലേക്ക് ചരിയുമ്പോഴും അവിടെ നമുക്ക് വേണ്ടി കാത്തു നിന്നിട്ട് പറയുകയാണ്, മോനെ മോളെ ആ വഴിയെ പോകാതെ തിരിച്ചു പോകും. അപ്പൊ അങ്ങനെ കാത്തു നിൽക്കുന്ന യേശു, ആ യേശുവിനെ കണ്ടെത്തുമ്പോൾ സമരയക്കാരി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലായില്ല, ഇത് എന്നെ കാത്തു നിൽക്കുന്ന, എനിക്ക് ദാഹജലം തരാൻ, എന്റെ ജീവിതത്തിൽ മാനസാന്തരം നൽകാൻ നിൽക്കുന്ന വ്യക്തിയാണ് എന്ന് അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാനോ ചിന്തിക്കാനോ സാധിച്ചില്ല. അവിടെ എന്താ സംഭവിച്ചത് നമുക്കറിയാം. അവൾ ആദ്യം കൂട്ടാക്കുന്നില്ല സംസാരിക്കാൻ. കാരണം എന്താ? അവനൊരു യഹൂദൻ, ഇവളൊരു സമരയക്കാരൻ, എന്തിയാ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അതല്ല കാര്യം. അവൾ സംസാരിക്കാൻ കൂട്ടാക്കാതിരുന്നത് അവൾക്കറിയാം അവളെ കുറിച്ച്. അവളൊരു മോശമായ സ്ത്രീയാണ്. ഈ ഇരിക്കുന്ന മനുഷ്യൻ ഏതോ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനോട് എന്റെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല എന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ ആ ഒരു മനോഭാവത്തോടെ നിൽക്കുന്ന സ്ത്രീ എന്ന് നോക്കുക. പലപ്പോഴും നമ്മളൊക്കെ ആ ഒരു മനോഭാവത്തിൽ നിൽക്കുന്നവരല്ലേ. യേശു നമ്മുടെ അടുത്തേക്ക് കടന്നു വന്നാൽ പോലും യേശു എന്റെ അടുത്തേക്ക് എന്തിനാണ് വരുന്നത്, എന്റെ അടുത്തേക്ക് വരണ്ട എന്നൊരു മനോഭാവം. ഈ മനോഭാവമല്ലേ പലപ്പോഴും നമുക്ക് യേശുവിനെ കണ്ടെത്താൻ പറ്റാതെ വരുന്നത്. അപ്പോൾ യേശു സംസാരിച്ചു, അവരോട് സംസാരിച്ചു തുടങ്ങി. നമുക്കറിയാം കോൺവെർസേഷൻ എന്താണ്? സംസാരം വെള്ളത്തെ കുറിച്ചാണ്. വെള്ളം തരാൻ പറഞ്ഞു. പാളയില്ല, നീ എങ്ങനെ വെള്ളം തരാൻ പോകുന്നത് എന്ന് യേശുവിനോട് ചോദിക്കുന്നു. യേശു പറയും, ഞാൻ തരുന്ന ജീവിതമാണ്. ഇങ്ങനെ പതുക്കെ പതുക്കെ യേശു അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുക. അപ്പൊ അവർക്ക് മനസ്സിലായി, ഈ മനുഷ്യൻ എന്തോ ആണ്. അവൾ പതുക്കെ സംസാരിച്ചു തുടങ്ങി. ആരും സംസാരിച്ചില്ല. രണ്ടാമത്തെ ഘട്ടം നോക്കി അവൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴും അവള് അവിടെയും ഒരു മത്സര ബുദ്ധിയോടെയാണ്. എന്താണ്? ഇല്ല, അവൾക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ എന്താണ്? ആർഗ്യുമെന്റ് ഇല്ല. നിന്റെ ഒരു പാത്രമില്ല, പിന്നെ ഇങ്ങനെ നീ വെള്ളം തരുത്. ആർഗ്യുമെന്റ്. പലപ്പോഴും നമ്മൾ ഈ തലത്തിൽ, അതായത് നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ ഇങ്ങനെ ആർഗ്യുമെന്റ് നടത്തുകയല്ല പലപ്പോഴും. അങ്ങനെ ആർഗ്യുമെന്റ് നടത്തുമ്പോൾ എന്താ സംഭവിച്ചത്? യേശു പറയുന്നത് എന്താണ്? അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായി. അപ്പോഴാണ് യേശുവിടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അവള് വെറുതെ ചോദിച്ചത്, നീ ജീവിതം തരുന്ന ആളെത്താം, പാത്രമൊന്നും ഇല്ലെങ്കിൽ ഞാൻ മേടിച്ചിട്ടോ, പിന്നെ വെള്ളം കോരാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. ഒരു കളിയാക്കുന്ന രൂപമോ? പലപ്പോഴും യേശുവിന്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ ഇതുപോലെയൊക്കെ തന്നെയല്ലേ. യേശു തരുവോ ഇല്ലയോ എന്ന് അറിയില്ല. ജോലി ചിലപ്പോ കിട്ടും, ചെന്നാൽ കിട്ടിയാ കിട്ടി. ഇങ്ങനെ കളിയാക്കുന്ന രൂപത്തിലായിരിക്കുമ്പോഴാണ് യേശു അവരുടെ ജീവിതത്തിലേക്ക് കടന്നിട്ട് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നീ നിന്റെ വീട്ടിലുള്ളവരെ വിളിച്ചുകൊണ്ട്. ഇവിടെയാണ് യേശു അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. അപ്പൊ അവർക്ക് മനസ്സിലായി, ഇത് സാധാരണ മനുഷ്യനല്ല. യേശു അവളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് സാധാരണക്കാരനല്ല, ഏതോ ഒരു പ്രവാചകനാണ് എന്ന് അവർക്ക് തോന്നി. പിന്നെ മനസ്സിലായി, പതുക്കെ യേശു അവർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോഴാണ് അവൾ ഓടുന്നത്. അവൾക്ക് മനസ്സിലായി, ഇനി ഇവിടെ നിന്നാൽ പറ്റില്ല. യേശു ഇവിടെയുണ്ട്. എനിക്ക് മാത്രമല്ല, എന്നെ പോലെ എത്രയോ പേരാണുള്ളത് സിക്കാർ ടൗണിൽ. അവരും അറിയണം ആരാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന്. അവരിൽ നിന്ന് കേൾക്കണം, അവരിൽ നിന്ന് പഠിക്കണം. അവരിതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരിലും മാറ്റമുണ്ടാകും എന്ന് അവർക്ക് മനസ്സിലായി. അവൾ ഓടുക സിക്കാർ ടൗണിലേക്ക്. സിക്കാർ പട്ടണത്തിൽ എത്തിയപ്പോൾ അവൾ പറഞ്ഞതാണ് നാം വായിച്ചു കേട്ടത്. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുമേ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ കാണാൻ, ആ യേശുവിനെ കാണാൻ നമുക്ക് വിളിക്കാനായിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? കാരണം നമ്മുടെ ജീവിതത്തിൽ നാം വളരുന്നില്ല. യേശുവിൽ വളർന്നാൽ മാത്രമേ അത് സാധിക്കൂ. നമുക്കറിയാം അതിനുശേഷം എന്താണ് സംഭവിച്ചത്. നമുക്കറിയാം
ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയായി അനേകം പേർ അവനിൽ വിശ്വസിച്ചു. ഒരൊറ്റ ഒരാളുടെ സാക്ഷ്യം മൂലം, ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം. യോഹന്നാനുസരിച്ച് 4-ാമത്തെ വചനം, ആ സമരിയായിലെ അനേകർ അവനിൽ വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, അതാണ് വിശ്വാസ തലത്തിലേക്ക് ഇറങ്ങുന്ന സമയം. വിശ്വാസത്തിൽ അടിയുറച്ച് വളരാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന നിമിഷങ്ങളാണ്. പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ ഒരു നിമിഷം ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ സന്തോഷത്തിന്റെയും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ സമാനത്തിന്റെയും അവസരങ്ങളിൽ നിന്നിൽ നിന്ന് അകന്നു പോകാതെ നിന്നോട് ചേർന്ന് നിൽക്കാൻ സാധിക്കാത്തതിന് കാരണം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പാപികളാണ്, പാപത്തിന്റെ വഴിയിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ യേശുവേ, നീ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന ആ ഒരു ഓർമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രിയമുള്ളവർ, എന്നെ കേൾക്കുന്ന നിങ്ങൾ, ഞാനുമെല്ലാം എന്നെയുമെല്ലാം യേശു കാത്തിരിക്കുക, ഓരോ നിമിഷവും കാത്തിരിക്കുക. നമുക്ക് ജീവിതം തന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവൻ അതാണ് യേശു. നമുക്ക് അനുദിനം ജീവിതം തന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാണ് യേശു. ആ കാത്തിരിക്കുന്ന യേശുവിന്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കട്ടെ. അനുദിനം വിശുദ്ധ ബലിയിലൂടെ, വചനത്തിലൂടെ, നമ്മുടെ കൂട്ടായ്മയിലൂടെ, പ്രാർത്ഥനയിലൂടെ, അതുപോലെ തന്നെ സാക്ഷ്യപ്പെടുത്തലിലൂടെ മറ്റുള്ളവർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ, സമരിയാക്കാരി സ്ത്രീ കാണിച്ചു കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ, ഞങ്ങളെ പാപികളും ബലഹീനരുമായ ഞങ്ങളെ കാത്തിരിക്കുന്ന യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഓരോ നിമിഷവും നന്മ മാത്രം ചെയ്യും, ഓരോ നിമിഷവും ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹം നൽകുവാനായിട്ട് കാത്തിരിക്കുന്നവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിന്റെ അടുത്തേക്ക് കടന്നു വരുവാൻ, നിന്റെ വചനം കേൾക്കുവാൻ, നിന്നിലൂടെ വളരുവാൻ, നിന്റെ സ്നേഹത്തിൽ വളരുവാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ, മറ്റുള്ളവരുടെ അടുക്കിലേക്ക് കടന്നു ചെന്ന് നീ തന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങളെ നയിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ തൻ കർത്താവേ, നിന്നാമം എത്ര മഹനീയം, ഭൂമിയിലെങ്ങും എത്ര മഹനീയം. കർത്താവേ, ഞങ്ങൾ തൻ കർത്താവേ, നിന്നാമം എത്ര മഹനീയം, ഭൂമിയിലെങ്ങും എത്ര മഹനീയം. കർത്താവേ, ഞങ്ങൾ തൻ കർത്താവേ. അങ്ങേ മഹത്വം ആകാശങ്ങൾക്കുമപ്പുറം പ്രകീർത്തിച്ചിടുന്നു. ശത്രുക്കളെ നിശബ്ദരാക്കാൻ ശിശുക്കൾ തൻ അധരത്താൽ കോട്ടകെട്ടി. അങ്ങ് വാർത്തവാനിടവും അങ്ങ് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളും കാണുന്ന എനിക്കെന്തു മേന്മ. നിൻമുൻപിൽ നിന്നിടാൻ എനിക്കെന്തു യോഗ്യത. കർത്താവേ, ഞങ്ങൾ തൻ കർത്താവേ, നിന്നാമം എത്ര മഹനീയം, ഭൂമിയിലെങ്ങും എത്ര മഹനീയം.
കർത്താവേ ഞങ്ങൾ തൻ കർത്താവേ, നിന്നാമം എത്ര മഹനീയം, ഭൂമിയിലെങ്ങും എത്ര മഹനീയം. കർത്താവേ ഞങ്ങൾ തൻ കർത്താവേ. അങ്ങ് മഹത്വവും ബഹുമാനവുമേകി ദൈവമക്കൾക്ക് മകുടം ചൂടി, കരവേലകൾക്കങ്ങാധിപത്യം നൽകി എല്ലാറ്റിനെയും കാൽ കീഴിലാക്കി. ആടുകളെയും കാലികളെയും ആകാശത്തിലെ പറവകളെയും കടലിലെ മത്സ്യങ്ങളെയും കാൽ കീഴിലാക്കാൻ ആത്മശക്തി നൽകി. കർത്താവേ ഞങ്ങൾ തൻ കർത്താവേ, നിന്നാമം എത്ര മഹനീയം, ഭൂമിയിലെങ്ങും എത്ര മഹനീയം. കർത്താവേ ഞങ്ങൾ തൻ കർത്താവേ, നിന്നാമം എത്ര മഹനീയം, ഭൂമിയിലെങ്ങും എത്ര മഹനീയം. കർത്താവേ ഞങ്ങൾ തൻ കർത്താവേ. ഞങ്ങൾ ന്യൂസിലൻഡിൽ വന്ന് റൊട്രോയിലാണ് താമസിച്ചിരുന്നത്. റൊട്രോയിൽ വന്ന് താമസിക്കാൻ വന്ന അവസരത്തിൽ ഇവിടെ ഡിവൈൻ പ്രയർ ഗ്രൂപ്പ് എന്ന ഒരു പ്രയർ ഗ്രൂപ്പിനെ കുറിച്ച് ഞങ്ങൾ അറിയുകയും ഞങ്ങൾ ആ പ്രയർ ഗ്രൂപ്പിൽ മുടങ്ങാതെ എല്ലാ വെള്ളിയാഴ്ചയും പ്രയറിന് പോവുകയുണ്ടായി. അന്നേരം ഞങ്ങളൊരു ജോലിയില്ലാതെ വളരെയധികം കഷ്ടപ്പെടുന്ന അവസരത്തിൽ വർഗീസച്ചൻ റൊട്രോയിൽ ധ്യാനിപ്പിക്കാനായിട്ട് വരികയും വർഗീസച്ചൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കാലുവരി യാത്ര എന്ന് പറയുന്ന കുരിശിൻ്റെ വഴിയുടെ ബുക്ക് ഞങ്ങൾക്ക് കിട്ടാനിടയായി. നോമ്പിൻ്റെ ലാസ്റ്റ് ആഴ്ചയിൽ ഞങ്ങൾ ഹിൽഡായിലെ പ്രയർ ഗ്രൂപ്പിൽ കുരിശിൻ്റെ വഴിയിൽ എത്തിക്കുകയും അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു. ദൈവത്തോട് ഞങ്ങൾ വളരെയധികം നന്ദി പറയുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് വീടില്ലാതെ ഒരു കഷ്ടപ്പെടുന്ന ഒരവസരത്തിൽ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു വീട് നൽകി മാതാവ് അനുഗ്രഹിച്ചു. ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഈ തുടർന്നും മാതാവിൻ്റെ അനുഗ്രഹം, മാതാവിനോടും ഈശോയോടും ഉള്ള പ്രാർത്ഥന ഞങ്ങൾ മുടങ്ങാതെ ചൊല്ലുകയും ഞങ്ങളെ കൂടുതൽ അനുഗ്രഹത്തിനായി ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിൽ മുഴുവനും തന്നെ ചുറ്റി സഞ്ചരിച്ച് ദൈവവചനം ദൈവമക്കൾക്ക് പങ്കുവയ്ക്കുന്ന വളരെയധികം തിരക്കുള്ള വചനപ്രഘോഷകനാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ജീവിതത്തിൻ്റെ മർമ്മങ്ങളിൽ വളരെ ശക്തമായി തറച്ചുകൊള്ളുന്ന വചനത്തിൻ്റെ അമ്പുകൾ വളരെ സരസമായി ഹൃദയത്തിലേക്ക് അയക്കുന്ന, അങ്ങനെ മനുഷ്യനിലെ നർമ്മത്തെ വിടർത്തി എടുക്കുന്ന മനുഷ്യൻ അദ്ദേഹമാണ് ജോസഫ് പുത്തമ്പുരയ്ക്കൽ. DVNSന്റെ ഈ ഇന്റർവ്യൂ പ്രോഗ്രാമിലേക്ക് പ്രത്യേകിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജോസഫ് പുത്തമ്പുരയ്ക്കൽ അച്ഛനെയും തോമസ് തലക്കുള അച്ഛനെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇത് കോർഡിനേറ്റ് ചെയ്യുവാൻ ജോജോ കുഴികുളത്തെ ഞാൻ ക്ഷണിക്കുന്നു. കലാലയ രാഷ്ട്രീയത്തിന് ശേഷം LLB ബിരുദത്തിന് ചേരുകയും അതിനുശേഷം വൈദിക വൃത്തിയിലെത്തുവാനുള്ള സാഹചര്യം അച്ഛനൊന്ന് വെളിപ്പെടുത്താം. താലബാലനായിട്ടായിരുന്നു സഭയിലുള്ള ശുശ്രൂഷകളുടെ ആരംഭം. പിന്നെ
10ാം ക്ലാസ് കഴിഞ്ഞ് അച്ഛനാകാൻ പോകാനൊക്കെ ആഗ്രഹിച്ചു. പക്ഷെ വീട്ടിൽ നിന്ന് ഒത്തിരി എതിരുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് എപ്പോഴും പ്രസംഗത്തിന്, മോണോ ആക്ടിന് ഒക്കെ ഇങ്ങനെ പലപ്പോഴും സമ്മാനം കിട്ടുമായിരുന്നു. 10 കഴിഞ്ഞ് അച്ഛനാകാൻ പോകാൻ ആഗ്രഹിച്ചു, അനുവദിച്ചില്ല. ഇടുക്കി ജില്ലയിലെ നരിയമ്പാറ എന്ന് പറയുന്ന ഒരു മലമുകളിലെ ജൂനിയർ കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കോളേജിലും പ്രസംഗത്തിന് സമ്മാനങ്ങൾ കിട്ടുമായിരുന്നു. അപ്പോൾ അത് രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടമായി, അവർ വലവീശി. പിന്നെ അവരോടൊപ്പമായി ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ജില്ലാതലത്തിലും സംസ്ഥാന ഘടകങ്ങളിലും കോളേജ് യൂണിയനിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചു. പക്ഷേ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇടയിലും മിഷൻ ലീഗ് പോലുള്ള ഭക്തസംഘടനയുമായുള്ള ബന്ധം തുടരുമായിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ ബാക്കിപത്രമായിട്ട് പ്രീ ഡിഗ്രിക്ക് പരാജയമായിരുന്നു. പിന്നീട് പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 2ആയിട്ട് പിളർന്നു. 2 കൂട്ടരും കൂട്ടത്തിൽ കൂടാൻ വേണ്ടിയൊക്കെ പ്രേരിപ്പിച്ചു. പക്ഷേ പഠിത്തത്തെ ബാധിക്കുന്നതുകൊണ്ട് വീട്ടുകാരുടെ എതിർപ്പും സ്വന്തത്തിൽപ്പെട്ട ചില വൈദികരുടെ പ്രത്യേകത ഇടപെടലൊക്കെ കാരണം ഗുജറാത്തിലേക്ക് യാത്രയായി. ഗുജറാത്തിലെ ജീവിതകാലത്ത് അവിടെയുള്ള അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും പ്രേക്ഷിത പ്രവർത്തനം കണ്ടപ്പോൾ വീണ്ടും പഴയ ആഗ്രഹം അച്ഛനായ കൊള്ളാം. രാഷ്ട്രീയ പിളർപ്പ് മനസ്സിലുണ്ടാക്കിയ ഒരു വേദന. അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നീട് വീണ്ടും കുഞ്ഞുനാളിലെ ആഗ്രഹത്തിലേക്ക് തിരിച്ചു പോരുന്നത്. അത് 1980-ലാണ്. അപ്പം അങ്ങനെ വന്നപ്പം പ്രസംഗത്തിനും സുവിശേഷ വേലയ്ക്കും ഒരുപാട് ഊന്നൽ കൊടുക്കുകയും മറ്റ് സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമൂഹം എന്ന രീതിയിൽ കപ്പുച്ചിൻ സഭയിലേക്ക് കൂടുതൽ ആകർഷണമുണ്ടായി. അങ്ങനെ 1980 ഫ്രാൻസിസ്കൻ കപ്പുച്ചിൻ സഭയിൽ അംഗമായിട്ട് ചേരുന്നു. 13 വർഷത്തെ പഠനത്തിന് ശേഷം പട്ടം കിട്ടുന്നു. അപ്പം വളരെ രാഷ്ട്രീയത്തിലായിരുന്നപ്പം ലോ പഠിക്കാനൊക്കെ ആഗ്രഹിച്ച് തുടങ്ങി. പക്ഷെ അന്നത് സാധിച്ചില്ല. പിന്നീട് സഭയുടെ അധികാരികളുടെ പ്രോത്സാഹനത്തോടു കൂടിയാണ് ലോ പൂർത്തിയാക്കുന്നതും തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ. പിന്നെ കുറച്ചാൾ അതിൻ്റെ പ്രാക്ടീസൊക്കെ ആയിട്ട് നടന്നു. പിന്നീട് ഞങ്ങളുടെ ഭരണങ്ങാനം അസീസി ധ്യാനമന്ദിരം അവിടെ ഉണ്ടായിരുന്നില്ല. ആറമണ്ടച്ചൻ മരിച്ചു പോയപ്പോൾ അവിടെ ആളില്ലാതെ വന്നു. അപ്പം അങ്ങനെ ഭരണങ്ങാനത്തേക്ക് വരുന്നു. കഴിഞ്ഞ നാളുകളായിട്ട് പിന്നീട് ഈ കോടതികളിലേക്ക് പോകാനധികം സൗകര്യമൊന്നും പിന്നെ പറ്റുന്നില്ല. പക്ഷേ എങ്കിലും കുടുംബ കോടതിയിൽപ്പെട്ട പല അഡ്വക്കേറ്റുമാരും സുഹൃത്തുക്കളുണ്ട്. രഹസ്യമായിട്ടും ഒക്കെ ഒരുപാട് പേരെ സഹായിക്കുന്നു. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒത്തിരി വിവാഹ കേസുകളൊക്കെ തീർക്കുന്നു. പിന്നെ പൂർണ്ണ സുവിശേഷ പ്രഘോഷണമായിട്ട് ഇപ്പോൾ നടക്കുന്നതുകൊണ്ട് ലോയുടെ രേഖയിലേക്ക് പോകാൻ പറ്റിയല്ല, ഫുൾ ടൈം പ്രാക്ടീസ്. പക്ഷേ ഒതുക്കത്തിൽ സഹായിക്കാൻ ഒത്തിരി ഉപകാരമായിട്ട് തീർന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിളർപ്പും അവിടെ ഉണ്ടായൊരു മുരടിപ്പും ഒരു മന്ദതയൊക്കെയാണ് വീണ്ടും പഴയകാല ചിന്തയിലേക്ക് വരാനൊക്കെ ഉണ്ടായതാണ്. പിന്നെ പ്രസംഗത്തിന് കുഞ്ഞുനാൾ മുതലേ ഒരു കഴിവുണ്ടായിരുന്നതുകൊണ്ട് സുവിശേഷ പ്രസംഗം ഊന്നൽ കൊടുക്കുന്ന ഒരു സഭാ സമൂഹത്തിലേക്ക് വരിക, അതിൽ വന്നതിൽ ഒത്തിരി തൃപ്തിയൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്ന് സുവിശേഷ വേല തുടരുകയാണ്. സരസമായിട്ട് ഇത്രമാത്രം മറ്റുള്ളവരെ കയ്യിലെടുക്കാൻ, ചിരിപ്പിക്കാനായിട്ട് അതൊരു സ്വതസിദ്ധമായ കഴിവാണെന്നറിയാം. പക്ഷെ അത് എങ്ങനെ അത് കിട്ടി, അല്ലെങ്കിൽ അങ്ങനെ അത് സാധിക്കുന്നു എന്നതിനെ പറ്റി അച്ഛനൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ എൻ്റെ അമ്മ ഒത്തിരി ഫലിതം പറയുന്ന ആളായിരുന്നു. അമ്മ വീട്ടിൽ പലരും ഫലിതപ്രിയരുവാണ്. പിന്നെ കൊച്ചുനാൾ മുതലേ ഞാൻ ഫലിതം ആസ്വദിച്ചിരുന്നു. ടെൻഷനുള്ള സിനിമ കാണാൻ താല്പര്യമില്ല. കാരണം പൈസ കൊടുത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ജീവിതത്തിൽ തന്നെ ഇഷ്ടംപോലെ ടെൻഷനുണ്ട്. പിന്നെ അപ്പം ചിരിപ്പിക്കുന്നവരെ എനിക്കിഷ്ടമാണ്. പണ്ട് കൊച്ചുനാളിൽ അടൂർ പാസിയും ബഹദൂറും SP പിള്ളയും അവരുടെയൊക്കെ ആ കലാപ്രകടനങ്ങൾ ഒത്തിരി താല്പര്യമായിരുന്നു. പിന്നീട് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് കാലാകാലങ്ങളിലെ ഹാസ്യനടന്മാരെയൊക്കെ ഇഷ്ടമായിരുന്നു. കഥാപ്രസംഗം ഇഷ്ടമായിരുന്നു. ഇപ്പം മനുഷ്യരെ മുഷിയാതിരിക്കാൻ ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഥാപ്രസംഗം ഉണ്ടെങ്കിൽ അത് മുഷിയാതിരിക്കണമെങ്കിൽ പ്രസംഗവും സമകാലീന സംഭവങ്ങളുടെ വിവരണവും കൂടെ ചേർക്കുമ്പോഴാണെന്ന് നല്ല കാതികരിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. കോളേജിൽ പഠിക്കുമ്പോഴും കഥാപ്രസംഗത്തിന് എനിക്ക് എന്നും 1ാം സമ്മാനം കിട്ടുമായിരുന്നു സ്കൂൾ അങ്ങനെയുള്ള ആ തലങ്ങളിൽ. അപ്പോൾ ഇത് ഈ ഒരു ഹാസ്യ പ്രാധാന്യം മനസ്സിലായിരുന്നു. പിന്നെ ഞാൻ ഒരാൾ എന്തെങ്കിലും പറയുമ്പം കൂടുതൽ സമയം കേട്ടിരിക്കുമ്പം നല്ല ചിന്തകൾക്കൊപ്പം എന്തെങ്കിലും ഒരു ചെറിയ കഥയോ ഫലിതമോ ഉണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ളൂ. അപ്പോൾ അത് മറ്റുള്ളവരുടെ ഒരു ഇഷ്ടം അതാണെന്നൊരു തോന്നലുണ്ടായി. പിന്നെ ചെറിയ ചെറിയ ഫലിതമൊക്കെ സുഹൃത്തുക്കളുടെ കൊച്ചു സദസ്സിൽ പറയുമ്പം അവർ ചിരിക്കുമ്പോൾ ഉറപ്പാണ് വലിയ സദസ്സ് അത് ചിരിക്കും. അങ്ങനെ പറഞ്ഞ് പരിശീലിച്ചിട്ടാണ് പൊതു സദസ്സുകളിലൊക്കെ അത് പറയുക. പിന്നെ പറഞ്ഞ് ഇപ്പോൾ അത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടങ്ങ് മാറി. എന്തെങ്കിലും അവതരിപ്പിക്കുമ്പം ഏത് മർമ്മം പറയുമ്പോഴും ഒരു നർമ്മത്തിൽ കൊടുത്താൽ കൊള്ളാമെന്നുള്ളൊരു ചിന്ത അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്തുവെന്ന് എൻ്റെ ജീവിതാനുഭവം എന്നെ പഠിപ്പിക്കുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ അതിന് വായിക്കും, ശേഖരിക്കും, കൊച്ചു ഫലിതങ്ങൾ വായിക്കും. പിന്നെ ഓരോന്നും കാണുമ്പോൾ അത് എൻ്റേതായ ഭാവന കൂട്ടിച്ചേർത്ത് പൊലിപ്പിക്കും. അത് ഏറ്റവും ഏത് ഭാഗത്ത് കൊടുത്താലും ഇത് ചേരും എന്ന് മനസ്സിൽ കണക്ക് കൂട്ടും. പിന്നെ ഒരു വരം പോലെ പറഞ്ഞു വരുമ്പോൾ കൃത്യസമയത്ത് അത് വരും.
അപ്പം അങ്ങനെ അങ്ങ് ആ ഒരു രീതി ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അതങ്ങ് മാറി, അതങ്ങനെ അങ്ങ് പോകുന്നു. കഴിഞ്ഞ 3 ആഴ്ചകളായി ന്യൂസിലൻഡിൻ്റെ വിവിധ ഭാഗങ്ങളായ ഹാമിൽട്ടൺ, റൊട്ടറുവ, പാമസ്റ്റൺ നോർത്ത്, വെല്ലിംഗ്ടൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ ധ്യാന പരിപാടികൾ നടത്തുകയും തുടർന്ന് ക്രൈസ്റ്റ് ചർച്ച്, ഹേസ്റ്റിങ്സ്, ഡിന്യൂഡിൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ധ്യാനിപ്പിക്കാൻ പോകുവാനിരിക്കുന്ന അച്ഛന് പ്രത്യേകമായി ന്യൂസിലൻഡിലെ മലയാളികളോട് എന്ത് ആശംസയാണ് നൽകുവാനുള്ളത്? ഈ വിദേശങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുമ്പം കാണുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തത ഇവിടെയുള്ളത് ശാന്തതയാണ്. പ്രകൃതിയുടെ ഭംഗി, ഒരു നല്ല ഒരു ശുദ്ധിയുടെ ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. പിന്നെ അമിതമായ ഒരു ആർത്തിയോ പണത്തോടുള്ള വലിയൊരു ആസക്തിയൊന്നും പൊതുവിൽ ഈ രാജ്യത്തിന് കാണുന്നില്ല. അപ്പം അതിൻ്റെ സ്വഭാവം നമ്മുടെ മലയാളി സമൂഹത്തിലേക്കും കടന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, പണം എന്ന് പറയുന്നതൊക്കെ മനുഷ്യർക്ക് എന്നും ഒരു വലിയ ആർത്തിയുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഏത് രാജ്യങ്ങളിൽ ചെന്നാലും ഉണ്ട് അമിതമായ ഒരു പണത്തോടുള്ള അറ്റാച്ച്മെൻറ്റ്. ഇതൊക്കെ ഒരു ചൂണ്ടയിൽ കോർക്കപ്പെട്ട മീനിൻ്റെ അവസ്ഥയാണ്. ഒരിക്കൽ ചൂണ്ടയിൽ കുത്തി കഴിഞ്ഞാൽ പിന്നെ മീൻ കിടന്ന് പിടയ്ക്കാൻ തുടങ്ങും. ഇതുപോലെ ചിലർക്ക് കള്ളാകാം, ചിലർക്ക് സെക്സ് ആകാം, ചിലർക്ക് ധനമാകാം. അതൊരു ചൂണ്ടയാണ്. പക്ഷെ ആ ചൂണ്ടയെ കൊത്തുന്നൊരു പ്രവണത ഈ രാജ്യത്ത് വളരെ കുറവായിട്ടാണ് കണ്ടത്. പിന്നെ രാജ്യത്തിൻ്റെ ശാന്തത, ഇവിടുത്തെ പ്രത്യേകത, ജനസംഖ്യയുടെ കുറവ്, ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളവർ ഒതുങ്ങി അവിടെ കുടുംബങ്ങളിൽ കഴിയാനുള്ള ഒരു പ്രവണതയാണ് സാധാരണ കാണുക. ഒത്തിരി ദൂർത്തടിക്കാനുള്ള സാധ്യത അങ്ങനെ തോന്നുകയില്ല. ആ തോന്നാത്തൊരു മനോഭാവം ഇവിടുത്തെ സാമൂഹിക പശ്ചാത്തലം തന്നെ നമ്മളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. മലയാളിയുടെ പ്രത്യേകത എവിടെ ചെന്നാലും ആ കൂട്ടത്തിൽ ഒത്തുപോകുന്നവരാണ്. ഉഴപ്പുന്നിടത്ത് ശുദ്ധ ഉഴപ്പരാകാൻ തയ്യാർ, നന്നായിട്ട് പോകുന്നിടത്ത് നന്നാകാൻ തയ്യാർ. പള്ളിയും പട്ടക്കാരും ഒരിടത്ത് കൂടുതൽ പള്ളിയോട് ചേർന്ന് നിൽക്കുന്നവർ, ഒന്നുമില്ലാത്തടത്ത് അവരുടെ സ്വന്തം വഴിയാണ് പോകുന്നത്. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും അഡാപ്റ്റേഷനും രീതി ഉള്ളതുകൊണ്ട് ഇവിടുത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഞാൻ നോക്കിയിട്ട് ലോകം മുഴുവൻ പോയിട്ടും ഏറ്റവും നല്ലൊരു കുടുംബജീവിതം നയിക്കാനുള്ള അന്തരീക്ഷം ഇവിടെയുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് അധിക തിന്മകളൊന്നും നമ്മുടെ കുടുംബങ്ങളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടില്ല. പിന്നെ ഒരു ഒരു പ്രത്യേകത കാണുന്നത്, എല്ലാവരും ഒരു ഹബ്ബ് പോലെ ഇവിടെ കാണുന്നു. ഇവിടെ നിന്നുകൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് ചാടണം എന്നുള്ളൊരു പ്രവണത വരുമ്പം നമ്മുടെ ഒരു നല്ല സമൂഹം വളർന്നു വരാനുള്ള ഒരു മങ്ങൽ അവിടെ വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി വളർന്ന് കയറി വരാനുള്ളവർ ഒരുമിച്ച് നിന്നാൽ ഒരുപാട് വളരാനുള്ള സാധ്യതയും, പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ കുടുംബ പ്രശ്നങ്ങൾ അധികം ഇവിടെ കാണുന്നില്ല. കാരണം എല്ലാവരും തന്നെ ചെറുപ്പക്കാരായ ദമ്പതികളാണ്, ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അവർക്ക് നാട്ടിൽ ബാധ്യതയുണ്ട്, ഇവിടെയുണ്ട്, എല്ലാം ഉറച്ചു വരണം. അപ്പം അതിൻ്റേതായ ജീവിത വ്യഗ്രതകളുണ്ട്. കുറച്ചുകൂടെ തമ്പുരാനെ മുറുകപ്പെടുത്തവും ദൈവവിചാരവും മറ്റ് പല സ്ഥലങ്ങളേക്കാൾ കൂടുതൽ ന്യൂസിലൻഡിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കേട്ടപ്പോൾ കുടുംബസ്ഥരേക്കാൾ കൂടുതൽ ഒരു അച്ഛന് കുടുംബജീവിതത്തിലെ ഓരോ പാളിച്ചകളും മനസ്സിലാക്കുവാൻ സാധിക്കുകയും അതിലേക്ക് ആഴ്ന്നിറങ്ങി ഓരോ ക്ലാസ്സുകൾ നയിച്ചപ്പോൾ അച്ഛൻ്റെ ആ നിരീക്ഷണ പാഠവം ഞങ്ങൾ മനസ്സിലാക്കി. അതിനെക്കുറിച്ച് അച്ഛനൊന്ന് വിവരിക്കാമോ? ഒരു കുടുംബജീവിതക്കാരെ സംബന്ധിച്ച് ഒരു ഭർത്താവിന് ഒരു ഭാര്യയെ അറിയത്തുള്ളൂ, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനെ അറിയത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ അച്ഛന്മാർ, ഇപ്പം ഞാനും തോമസച്ചനും ഞങ്ങൾ തലക്കളോച്ചനോട് ഞങ്ങളിങ്ങനെ ധ്യാനിപ്പിച്ച് ഇങ്ങനെ നടക്കുമ്പം അപ്പം ഇവിടെ തന്നെ എത്രയോ കുടുംബങ്ങളെയാണ് ഞങ്ങൾ രണ്ടുപേരും കേട്ടത്. എത്രയോ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ കടന്നു പോവുക. അപ്പം സകലരുടെയും പ്രശ്നങ്ങൾ കേൾക്കുമ്പം മനസ്സിൽ ഞങ്ങൾക്കൊക്കെ ഒരു ചിന്തയുണ്ട്. എല്ലാം കൂടി ഒന്ന് ക്രമീകരിച്ച് കൊണ്ടുവരുമ്പോൾ ഇത് ഒരു പൊതുവായ ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കുമ്പം അതിനെ ബേസ് ചെയ്താണ് നമ്മൾ കാണുക. അപ്പം അതിന് നമുക്ക് എവിടെ ചെന്നാലും എല്ലാവർക്കും പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്ക്. അപ്പം അച്ഛന്മാരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നമുണ്ട്, കുടുംബജീവിതക്കാരുടെ പ്രശ്നമുണ്ട്. പ്രശ്നമില്ലാത്ത ലോകമില്ല. അപ്പം നമുക്ക് എല്ലാം തോന്നും അക്കരെ വെച്ച കല്യാണം കഴിച്ചവർക്ക് തോന്നും മറ്റുള്ളവരെ കെട്ടിയ അല്പം കൂടെ മെച്ചമായിരുന്നു, പെണ്ണുങ്ങൾക്ക് തോന്നും അവനെ കിട്ടിയാൽ കൂടുതൽ മെച്ചമായിരുന്നു. അങ്ങനെയൊന്നുമില്ല. രണ്ടുപേരും ഒരുമിച്ച് പഠിച്ച് ഒരാൾ അച്ഛനായി ഒരാൾ മനഃശാസ്ത്രജ്ഞനായി പ്രാന്തന്മാരെ ചികിത്സിക്കുന്ന വലിയ ഹോസ്പിറ്റൽ നടത്തുക. അപ്പം അച്ഛനെ വിളിച്ചു കാണാൻ വേണ്ടി 200 രോഗികൾ കിടപ്പുണ്ട്, മാനസിക രോഗികൾ. അച്ഛനെ കൊണ്ട് ഡോക്ടർ അകത്തോട് കയറി പോകുമ്പോൾ ആദ്യം കണ്ടത് ഒരുത്തൻ നെഞ്ചത്തടിച്ച് കരയുന്നു, ലില്ലി 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 എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അച്ഛൻ ഇയാളെ നോക്കി. അത് കഴിഞ്ഞ് ഡോക്ടറോട് ചോദിച്ചു, എന്നാ സ്നേഹിത ഇവൻ ലില്ലി ലില്ലി എന്ന് വിളിച്ച് ഇങ്ങനെ കാണുന്നത്? അപ്പം അയാൾ പറഞ്ഞു, ലില്ലി എന്ന പെണ്ണിനെ കോളേജിൽ വെച്ച് പ്രേമിച്ചു, കെട്ടാൻ കിട്ടിയില്ല, അന്ന് വട്ട് പിടിച്ചതാണ്, അവൾ നഷ്ടപ്പെട്ടതിൻ്റെ വട്ടാണ് ലില്ലി ലില്ലി എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കാറുന്നു. 2 മണിക്കൂർ കറങ്ങി അവസാനം ഒരു സെല്ലി വന്ന പോലത്തൻ നെറ്റി ഭിത്തിയിലടിച്ച് തൊലി പൊട്ടിച്ച് ചോര ഒലിപ്പിച്ച് കാറുന്നു, ലില്ലി ലില്ലി ലില്ലി.
അച്ഛൻ ചോദിച്ചു തന്നെ ഇവനും ഇങ്ങനെ ഇത് തന്നെ വിളിച്ച് കാണുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് അവളെ കെട്ടിയവൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പം നമുക്ക് ദൂരെ നോക്കിയാൽ തോന്നും എല്ലാം നല്ലതാണ്. കെട്ടിയവർക്ക് കെട്ടിയതിൻ്റെ കുരിശ്, കിട്ടാത്തവർക്ക് ഓർമ്മയുടെ കുരിശ് ഇതൊക്കെയുണ്ട്. പക്ഷേ ഓർക്കുക, ആരെ കിട്ടിയോ കിട്ടിയവരുമായിട്ട് തൃപ്തിപ്പെടുക. ഭാവനയിലുള്ള ഭാര്യയെ കൊല്ലുക, ദൈവം തന്നവളെ സ്വീകരിക്കുക. ഭാവനയിലെ ഭർത്താവിനെ ഉപേക്ഷിക്കുക, ദൈവം തന്നവനെ സ്വീകരിക്കുക. അവിടെ ഭൂമിയിൽ സ്വർഗം പണിയുക. എല്ലാവർക്കും ഉണ്ട് ഓരോരുത്തരെ കുറിച്ചും പരാതിയും പരിഭവവും, എല്ലാം നന്മയും പറഞ്ഞു. ഇങ്ങനെയുള്ള ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ. ഈ കൊച്ചു കൊച്ചു കുറവ് ഭൂമിയിൽ ഏത് മാർപ്പാപ്പായ്ക്കും ഉണ്ട്, ഏത് മെത്രാനും ഉണ്ട്, ഏത് വൈദികനും ഉണ്ട്, ഏത് കുടുംബക്കാർക്കും ഉണ്ട്. ഉള്ളിടത്ത് തൃപ്തിയോടെ അങ്ങ് ജീവിക്കുക. അങ്ങനെ ജീവിച്ചാൽ ഭൂമിയിൽ സ്വർഗം പണിയാം, ലോകത്തിന് നന്മ ചെയ്യാം. അതാണ് ഞങ്ങളുടെയൊക്കെ ഈ പര്യടനങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന അവസാന ഉത്തരം. ന്യൂസിലൻഡിലേക്ക് വരികയും DVNZ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേർന്ന ജോസഫ് പുത്തുമ്പരക്കിൽ അച്ഛനും തോമസ് തലക്കുളവ് അച്ഛനും ഞങ്ങളുടെ നന്ദി.